ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെ ഇന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ മൂകാംബികയിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം തിരിച്ച് വരുന്ന അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ഫോറസ്റ്റിനകത്തൂടെയാണ് ഞങ്ങൾ പോയത്. പക്ഷേ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ കുന്താപുര സ്റ്റേഷൻ, ആ സ്റ്റേഷനിലോട്ടായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ വരുന്നത്. അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പോൾ അവിടെ വരെ നമുക്ക് ടാക്സിയിലാണ് വരുന്നത്. അപ്പോൾ ആ വരുന്ന ആ റോഡിലെ കാഴ്ചകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ ആ വരുന്ന വഴിക്കൊന്നും വലിയ ഫോറസ്റ്റ് ഒന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ അമ്മയുടെ കുടുംബ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉടനെ വല്യമ്മച്ചി അപ്പോഴേ ഞങ്ങളെ കണ്ടപ്പോഴേ ഓടി വന്നു. പിന്നെ അമ്മയാണെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ട് അവിടെ. എല്ലാ പൂക്കളും പിടിച്ച് വെച്ചു. കാര്യം തൊട്ടടുത്ത് ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പൂക്കളും പിടിച്ച് വെച്ചു. അപ്പോൾ അവിടെ ആളില്ലാത്തതുകൊണ്ട് ആ പൂക്കളൊക്കെ അതേപോലെ തന്നെ ചിലതൊക്കെ കൊഴിഞ്ഞു പോകും. ഈ കൊലയായതുപോലെ കൊലയായിട്ട് തന്നെ നല്ല വിരിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം അമ്മ പിടിച്ച് എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം വൃത്തിയാക്കി. പിന്നെ തിരിച്ച് പോകുന്ന രീതിയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് മനസ്സില്ല കേട്ടോ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. അമ്മ അപ്പോഴും പറയുന്നത് മാങ്ങയൊക്കെ നിൽക്കുന്നു, പക്ഷേ മാങ്ങ പിച്ചാൻ പറ്റുന്നില്ല. ഭയങ്കര പച്ചുറുമ്പ്. ഉറുമ്പിനെ കാരണം നമുക്ക് അങ്ങോട്ട് തോട്ടം പോലും കൊണ്ട് നമുക്ക് പിച്ചാൻ പറ്റുന്നില്ല. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് കുഴിയത്ത് വെച്ച് കക്ക വിൽക്കുന്നത് കണ്ടായിരുന്നു. അങ്ങനെ കാർ ഒതുക്കിയിട്ട് ഞാൻ 2 പാക്കറ്റ് കക്ക വാങ്ങിച്ചു. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി വീഡിയോ പിടിക്കട്ടെ ചോദിച്ചു. ചേച്ചി ധൈര്യമായിട്ട് പിടിക്കും മോളെ, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചേച്ചിക്ക് സന്തോഷമായി. 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ കടവൂർ പള്ളിയിലേക്കാണ്. കടവൂർ പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളവിടെ പോകുന്നത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും 2 ആഴ്ച കഴിഞ്ഞാലും ആ പെരുന്നാളിന് ഉണ്ടായിരുന്ന സാധനമൊക്കെ വിൽക്കാൻ വരുന്ന ആളുകളും സാധനങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് മുറ്റത്തൂടെയാണ് ഈ കച്ചവടക്കാർ താമസിക്കുന്നത്. അവരുടെ സാധനങ്ങളൊക്കെ സെയിലാക്കുന്നതൊക്കെ. അപ്പോൾ അവർ ദൂരെ നാട്ടിൽ നിന്നൊക്കെ വന്ന് കിടക്കുന്നവരാണ് കേട്ടോ. അപ്പം നമ്മളൊക്കെ വേണ്ട നമ്മുടെ നാട്ടിൽ വന്നവർ തമ്പടിച്ച് കിടന്നവർ ഇതെല്ലാം വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവരെല്ലാം വാങ്ങിച്ചെങ്കിലല്ലേ അവർക്കൊരു പ്രചോദനമുള്ളൂ. അങ്ങനെ ഞാനും അമ്മയും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ സാധനങ്ങളൊക്കെ പോയി. അപ്പോൾ കേശവനും വെളിയിലേക്ക് പ്രാർത്ഥിച്ചിട്ട് ഭയങ്കര പ്രാർത്ഥനകളാണ്. പ്രാർത്ഥിക്കുന്നെങ്കിലും കളിപ്പാട്ടക്കടയിലോട്ടാണ് ശ്രദ്ധ മുഴുവൻ. കണ്ടോ, കയ്യിൽ വീണ് പെട്ടെന്ന് തൊഴുക. ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവുക. പെട്ടെന്ന് നമുക്ക് കളിപ്പാട്ടക്കടയിലോട്ട് പോയാൽ ഓടുന്ന ഓട്ടം കണ്ടോ. ഞാനും ഞങ്ങൾ പുറകെ പോവാണ്. എന്തൊക്കെ സാധനങ്ങളാണെന്ന് അറിയാമോ അവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത്? നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ മേടിക്കാൻ കിട്ടും. നമ്മൾ ഈ കൈ വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അത് കാണാനേ ഇപ്പോഴത്തെ കാലത്ത് വണ്ടി, കുട്ട, പായ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൈ വെച്ചുണ്ടാക്കി എല്ലാ സാധനങ്ങളും പക്ഷേ ഭയങ്കര വിലയാണ് കേട്ടോ. മെത്തപ്പായ്ക്ക് വില ചോദിച്ചപ്പോൾ 3000 രൂപ, ഒരു ചൂലിന് വില ചോദിച്ചപ്പോൾ 100 രൂപ. പിന്നെ കേട്ടോ, അടിയിൽ പണിത് വെച്ചിരുന്ന ഒരു ഗണപതി വിഗ്രഹം, വിഗ്രഹമല്ല ഗണപതിയെ കുത്തി വെച്ചേക്കോ തടിക്കകത്താണ് കേട്ടോ. ഞങ്ങൾ അത് വാങ്ങിച്ചു. പിന്നെ കപ്പ് വാങ്ങിച്ചു, തടിക്കകത്ത് പണിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ് വാങ്ങിച്ചു. പിന്നെ മൺകലത്തിനകത്ത് മണ്ണിൻ്റെ ഇതിനകത്തും ഗണപതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് വാങ്ങിച്ചു. പിന്നെ മണ്ണിൻ്റെ കപ്പ് വാങ്ങിച്ചു. പിന്നെ കൂജ കണക്കൊരു സാധനം, കൂജ നല്ല തണുത്ത വെള്ളം ഒഴിയും. അത് ചെറുതും വലുതും ഉണ്ട്. 250 രൂപയുടെ ഉണ്ട്, 450ൻ്റെ ഉണ്ട്,
പല വിലയുടെ ഉണ്ട്. എന്തൊക്കെ വാങ്ങിക്കണമെന്ന് പോലും നമുക്കറിയത്തില്ല. കാശുമായിട്ട് അങ്ങ് പോയാൽ മതി. ഇഷ്ടംപോലെ സാധനം നമുക്ക് വാങ്ങിക്കാൻ അവിടെ കിട്ടും കേട്ടോ. പിന്നീട് ഞങ്ങൾ കറിച്ചട്ടി, പല ഷേപ്പിലുള്ള കറിച്ചട്ടികൾ, ഇഷ്ടംപോലെ കറിച്ചട്ടി, അത് ഗ്യാസിൽ വെക്കുന്ന മോഡലും ഉണ്ട്, അല്ലാതുള്ള മോഡലും ഉണ്ട്. അപ്പം ഞങ്ങളും വാങ്ങിച്ചു നല്ലൊരു കറിച്ചട്ടി. പിന്നെ ഇത് ഇരുമ്പേട്ടിയാണ്. ഇരുമ്പേട്ടി അതായത് മണ്ണ് വെച്ച്, കളിമണ്ണ് വെച്ചുണ്ടാക്കിയതായിരിക്കണം, ഇരുമ്പേട്ടി പോലുള്ള സാധനം. അതും വാങ്ങിച്ചു. അടപ്പ് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ നമ്മുടെ കുമിഞ്ചാൻ പുകയ്ക്കുന്ന ഇച്ചിരി വലിയ കുമിഞ്ചാൻ പുകയ്ക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് വാങ്ങിച്ചു. അതിനൊക്കെ ചോദിക്കുന്ന കാശാണ്. നമ്മൾ ഒരു 2500 രൂപയുടെ സാധനം മണ്ണിൻ്റെ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചതിനായി അതിൽ വെറും 50 രൂപയാണ് അവർ കുറച്ച് തന്നത്. പോട്ടെ, എന്നാലും വേണ്ടിയല്ല. അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതും. അവരും ജീവിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് വാങ്ങിച്ചു. പിന്നെ ഒരടുപ്പ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ചേട്ടൻ വഴക്ക് പറഞ്ഞ് ഇതെല്ലാം കൂടെ വാങ്ങിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെ കൊണ്ട് അതങ്ങ് താത്തു വെച്ചു. കേശുവിന് ഇതൊക്കെ കണ്ടപ്പോൾ ആശ്ചര്യം പോലെ, ഭയങ്കര അത്ഭുതം പോലെ തോന്നി ഈ വട്ടിയൊക്കെ കണ്ടപ്പോൾ. ഇതെന്താ അമ്മൂമ്മ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നു, മോനെ ഇത് കൈ വെച്ചുണ്ടാക്കുന്ന വട്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു അമ്മയുടെയൊക്കെ സ്ഥലം എവിടെ? അപ്പം ട്രിവാൻഡ്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ നിന്നൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ വന്ന് കിടക്കുകയാണ്. വന്ന് കച്ചവടം കഴിഞ്ഞ് രാത്രി ആ സ്കൂളിൻ്റെ അകത്തൊക്കെ കയറി കിടക്കുമായിരിക്കും. പിന്നെ അവരുടെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം അവർ സ്വന്തമായിട്ട് ചിലവാക്കിയിട്ടാണല്ലോ അവരിവിടെ കിടക്കുന്നത്. ഏതായാലും ഞങ്ങളും വട്ടിയൊക്കെ വാങ്ങിച്ചു. പിന്നെ കറിക്കത്തി, 10 രൂപ മുതലുള്ള കറിക്കത്തി ഉണ്ട്. 10 രൂപ തൊട്ട് 100 രൂപ, 150 രൂപയുടെ ഉണ്ട്, പല വിലയുടെ ഉണ്ട്. പിന്നെ ദോശക്കല്ല്, അപ്പച്ചട്ടി എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. പിന്നെ കപ്പ് 5 എണ്ണം 100 രൂപയേ ഉള്ളൂ കപ്പ്. ചിലത് 4 എണ്ണം 100 രൂപ, ചിലത് 5 എണ്ണം 100 രൂപ. ഞങ്ങൾ അവിടെ നിന്നും വാങ്ങിച്ചു. 5 എണ്ണം 100 രൂപ വരുന്നേ വാങ്ങിച്ചു, 4 എണ്ണം 100 രൂപയ്ക്ക് ഉള്ളതും വാങ്ങിച്ചു. പിന്നീട് മൺവെട്ടി, പിന്നെ നമ്മൾ ചെടി വെക്കാനായിട്ട് കുഞ്ഞു മൺവെട്ടി, മണ്ണ് മാന്തുന്നതുണ്ടല്ലോ, ആ ചെറിയ സാധനങ്ങൾ. പിന്നെ പട്ടിയെ കെട്ടുന്ന ചങ്ങല, കിളിക്കൂട്, ചെരുപ്പ്, തുണികൾ, പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷൻ, അതിനകത്ത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽ പോലുള്ള ചെറിയ അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ മണ്ണിൻ്റെ തന്നെ ജഗ്, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ എന്തൊക്കെയോ വാങ്ങിച്ചു. എന്തായാലും അവിടം വരെ പോയതല്ലേ, കുറേയൊക്കെ സാധനങ്ങൾ. 10,000 രൂപ പൊട്ടി. ഭരണി വാങ്ങിച്ചു. അടുക്കള മൊത്തവും ഭരണിയായി ഇപ്പം. എങ്കിലും കാണുമ്പോൾ വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതും വാങ്ങിച്ചു. അപ്പോൾ ആ കൊച്ച് പിന്നെയും നിർബന്ധിക്കുന്നുണ്ട്, അത് വാങ്ങിക്ക്, ഇത് വാങ്ങിക്ക്. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു മതി, പൈസ എല്ലാം തീരാറായി, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാനായിട്ട് തുടങ്ങുന്നത്. അപ്പം കേശുവിന് പെട്ടെന്ന് ചെരുപ്പ് വേണം, ഷൂ വേണം. അപ്പോൾ ഷൂ കടയിൽ കയറിയപ്പോൾ ഷൂ അവന് പാകമുള്ള ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. കേശുവിൻ്റെ കയ്യിരിക്കുന്ന മൺവെട്ടി ഉണ്ടോ, ചെറുതാണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മളിലെ ചോറൊക്കെ അടച്ചു വെക്കുന്ന അടപ്പ് കണക്കുള്ള അതാണിത്. അപ്പോൾ പിന്നെ ഇത് കാർപ്പറ്റ് വേറൊരു സെക്ഷനാണ്.